തിരുവനന്തപുരത്തെ എൻ.സി.പിയും പിളർപ്പിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോയുടെ പ്രസംഗം പുറത്തുവന്ന സാഹചര്യം പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് തെളിവാണ്. മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ചാക്കോയുടെ വിമർശനം. ഈ വിമർശനം സി.പി.എം ഗൗരവത്തിലെടുക്കും. എൻ.സി.പിയിലെ പി.സി. ചാക്കോ വിഭാഗത്തെ ഇടതുപക്ഷത്തു നിന്ന് മാറ്റണമെന്ന ആവശ്യം സി.പി.എമ്മിൽ ഒരു വിഭാഗത്തിനുണ്ട്. മന്ത്രിമാറ്റ വിവാദം ആളിക്കത്തിയത് പി.സി. ചാക്കോ കാരണമാണെന്നാണ് ഉയരുന്ന വാദം. ഏതായാലും മന്ത്രിയായി എ.കെ. ശശീന്ദ്രൻ തുടരും. എൻ.സി.പി പിളർന്നാലും ശശീന്ദ്രനെ ഇടതുമുന്നണിയിൽ തുടരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിക്കും. ഇത് കൂടുതൽ ചർച്ചകളിൽ എത്തിക്കുന്നതാണ് പുറത്തുവന്ന ഓഡിയോ. കുറിക്കുകൊള്ളും വിധം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ തനിക്കറിയാമെന്ന് പി.സി. ചാക്കോ എൻ.സി.പി തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ പ്രസംഗിച്ചതിന്റെ ശബ്ദ സന്ദേശമാണ് വന്നത്. ഇത് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു. എൻ.സി.പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കുറെ നാളായി വലിയ തോതിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാറ്റത്തിന് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറിക്കുകൊള്ളുന്ന വിധം തനിക്ക് സംസാരിക്കാൻ അറിയാമെന്നാണ് പി.സി. ചാക്കോ പറഞ്ഞത്. ഈ ഓഡിയോ സി.പി.എം വിശദമായി പരിശോധിക്കുന്നുണ്ട്. അടുത്ത ഇടതുയോഗത്തിൽ എൻ.സി.പിയോട് നേതൃത്വം വിശദീകരണം ചോദിക്കും. ഈ സമയം മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി ചാക്കോ മറുപടി പറയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഓഡിയോ കേട്ടതോടെ കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനുവരി 27-ന് തിരുവനന്തപുരത്ത് ചേർന്ന എൻ.സി.പി യോഗമാണ് അലങ്കോലമായത്. ഈ യോഗത്തിലായിരുന്നു മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി പി.സി. ചാക്കോ പരസ്യമാക്കിയത്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ എന്നാണ് ചോദിച്ചതെന്നാണ് ശബ്ദരേഖയിൽ പി.സി. ചാക്കോ പറയുന്നത്. നിങ്ങൾ അതിൽ നിർബന്ധം പിടിക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം ആണെന്ന് താൻ മറുപടി നൽകി. പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് താൻ ഒന്നും പറഞ്ഞില്ല. പലതും പറയാമായിരുന്നുവെന്നും ഇടതുപക്ഷ മുന്നണിയിൽ ഇക്കാര്യം ഉന്നയിക്കാമായിരുന്നുവെന്നും പി.സി. ചാക്കോ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ല പബ്ലിസിറ്റി കിട്ടും. തനിക്ക് നല്ല കുറിക്ക് കൊള്ളുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാമെന്നും അല്ലെങ്കിൽ കൊള്ളുന്ന പോലെ ചെയ്യാമെന്നും ശബ്ദരേഖയിൽ പി.സി. ചാക്കോ പറയുന്നുണ്ട്. LDF ഇടുമെന്ന സൂചനയും ചാക്കോ യോഗത്തിൽ നൽകിയെന്നും എതിർചേരിയിലുള്ളവർ പറയുന്നുണ്ട്. പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരുമെന്ന് ചാക്കോ പറഞ്ഞതിനെ ചൊല്ലി എൻ.സി.പിയിൽ ഭിന്നതയുണ്ടായെന്നും എതിർവിഭാഗം പറയുന്നു. യോഗത്തിൽ ചാക്കോയും തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ അജിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിനിടയിലാണ് ചാക്കോക്കെതിരെ അജി കോഴ ആരോപണം ഉയർത്തിയത്. പാർട്ടിക്ക് അനുവദിച്ച PSC അംഗത്വം നിയമിക്കാൻ പി.സി. ചാക്കോ കോഴ വാങ്ങിയെന്നായിരുന്നു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ അജിയുടെ ആരോപണം. എന്നാൽ ചാക്കോ ഇത് നിഷേധിച്ചു. പിന്നീട് ചേരിതിരിഞ്ഞ് വാക്കുതർക്കമുണ്ടായി. പിന്നാലെ അജിയെ ആദ്യം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പുറത്താക്കി. മാധ്യമങ്ങൾക്ക് മുന്നിലും കോഴ ആരോപണം ആവർത്തിച്ചതിന് പിന്നാലെ അജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോഴ ആരോപണം ചാക്കോ നിഷേധിച്ചിരുന്നു. അജിക്ക് പകരം ചാക്കോ നിയമിച്ച പുതിയ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷിന് ഇതുവരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലും കയറാൻ സാധിച്ചിട്ടില്ല. അജിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഘടകം ചാക്കോക്കെതിരെ ശക്തമായ നിലപാടിലാണ്. CPM പിന്തുണയും ഇവിടെയുണ്ട്. നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ സജിയും സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള തർക്കം കുറെ കാലമായി രൂക്ഷമാണ്.